ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു റാഗി സ്നാക്കാണ്. ഇതൊരു പലഹാരമായിട്ടും അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്കിത് എടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് റാഗിപ്പൊടിയാണ്. വറുത്ത റാഗിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 കപ്പ് അളവിലുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്കൊന്ന് മാറ്റാം. ഇനി ഇതിനോടൊപ്പം നമുക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. നല്ല ഫ്രഷ് ആയിട്ട് ചിരകിയെടുത്ത തേങ്ങ വേണം കേട്ടോ വേണ്ടത്. 1/2 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കരയും കൂടി ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിലാണ് ചേർക്കുന്നത്. ഇതിൽ നിന്നും കുറച്ചും കൂടി കുറഞ്ഞ അളവിൽ മതിയെങ്കിൽ കുറച്ച് നമുക്ക് ശർക്കര ചേർക്കാം. അതല്ല കുറച്ചുകൂടി കൂടുതലായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ കുറച്ചും കൂടി മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരല്പം കൂടി കൂട്ടിയെടുക്കാവുന്നതാണ്. ഇതൊരിപ്പോൾ ഒരു നോർമൽ മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു ശർക്കരയിൽ. കൂടെ പിന്നെ വേണ്ടത് ഒരു 2 ഏലക്ക നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു മാത്രം ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 2 നുള്ളി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഒരു പിഞ്ചളവിൽ മാത്രം ഉപ്പും കൂടി, വളരെ കുറച്ചളവിൽ മതിയാവും കേട്ടോ, ഒരുപാട് ചേർക്കരുത്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഞാനതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഏകദേശം 1/4 കപ്പും കുറച്ചും കൂടി കൂടുതൽ അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുള്ളത്. ഓരോ റാഗിപ്പൊടിക്കും അനുസരിച്ചിട്ട് കുറച്ച് വെള്ളം കൂടുകയും കുറയുകയും ചെയ്യും കേട്ടോ. അത്യാവശ്യം നല്ല ചൂടാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് കൈവച്ചിട്ട് കുഴയ്ക്കാത്തത്. ഇതുപോലെ ഏകദേശം ഒന്ന് ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കൈവച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. ചെറുതായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറിയ ശേഷം ഞാനൊന്ന് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മുടെ മാവ് ഉണ്ടാകാനായിട്ട്. അതായത് നമ്മുടെ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ തന്നെയാണ്, പക്ഷെ അത്രയും കട്ടിക്ക് വേണ്ട. കുറച്ച് ലൂസായിട്ട്, ഇതുപോലെ കുറച്ച് ലൂസായിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. മാവെല്ലാം ഇതുപോലെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് കയ്യിലേക്ക് ഒരു അല്പം നെയ്യ് ഒന്ന് പുരട്ടി കൊടുത്തിട്ട് ഇതിൽ നിന്ന് ഒരു അല്പം മാവെടുത്ത് ചെറിയ ചെറിയ ബോൾസായിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. മാവ് ചെറിയ രീതിക്ക് ഇതുപോലെ ബോൾ പോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഒരു വിരൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ ഇത് സഹായിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മാവും നമുക്കൊന്ന് ചെയ്തെടുക്കാം. നമ്മുടെ ഈ മാവെല്ലാം ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ആവശ്യമെങ്കിൽ ഞാനിപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് തട്ടിട്ട് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമുക്ക് വാഴയിലയുടെ ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന എല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. എല്ലാം തന്നെ ഇഡ്ഡലി തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കിതെല്ലാം ഒന്ന് വെന്ത് കിട്ടിക്കോളും. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ആവിയിൽ വേകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ സ്നാക്കെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. ഈ ചൂടൊന്ന് മാറിയിട്ട് നമുക്കിതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് എടുക്കാം. ചൂടൊന്ന് മാറിയ ശേഷം ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് എടുത്തിട്ടുണ്ട്. വളരെ രുചികരമായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഇത്. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ആകെ ചെറിയൊരു പണി എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കുക, അത്രയും മാത്രമേ ഉള്ളൂ. നമുക്കിത് പലഹാരമായിട്ട് കഴിക്കാനാണെങ്കിൽ ഇതിങ്ങനെ തന്നെ എടുക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് എടുക്കാം. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ രുചികരമായിട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലേക്ക് അല്പം തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് കഴിക്കുന്നതാണ്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും കേട്ടോ. ഉറപ്പായിട്ട് ഈ ഒരു 2 രീതിയിൽ നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.